അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ മാജിക്കൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 61ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനങ്ങൾ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുകയായിരുന്നില്ലേ. നമ്മുടെ സമകാലീന സാഹചര്യത്തിൽ ഏറ്റവും ഫിറ്റായ ഒരു ഉദാഹരണവുമായിട്ടാണ് ഇന്നത്തെ പാഠം നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം, ജനങ്ങൾ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുകയായിരുന്നില്ലേ. എങ്ങനെ ഇത് ഇംഗ്ലീഷിൽ പറയാം? ഈ തരത്തിലുള്ള സെൻറ്റൻസുകളൊക്കെ പറയാനുള്ള വാക്യഘടന ഫസ്റ്റ് വാസിൻറ്റ് ഓർ വെറിൻറ്റ്. ഏതാണ് സബ്ജക്റ്റ് എങ്കിൽ അതിന് ഓരോന്നിനും അനുസൃതമായ ഈ ഓക്സിലറി വിത്ത് നോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. വാസിൻറ്റ് ഓർ വെറിൻറ്റ്, ദെൻ സബ്ജക്റ്റ്, ദെൻ വെർബ് പ്ലസ് ING. ഇതാണ് നമ്മുടെ വാക്യഘടന എന്ന് പറയുന്നത്. മുഴുവൻ ഏകവചനങ്ങളുടെയും കൂടെ നാം സാധാരണഗതിയിൽ പറയാറുള്ളത് പോലെ വാസിൻ്റാണ് സ്റ്റാർട്ടിങ്ങിൽ വരേണ്ടത്. അതേ സമയത്ത് യു എന്നതിൻ്റെ മുമ്പിൽ നമ്മൾ വേറിൻറ്റ് എന്നതിനെ ഉപയോഗിക്കണം. അത് മാത്രമാണ്, യു എന്നതിനെ മാത്രമാണ് ഈ ഒരു പൊതു നിയമത്തിൽ നിന്ന് ഒഴിച്ചു നിർത്താനായിട്ടുള്ളത്. ബാക്കി എല്ലാ ഏകവചനങ്ങളുടെയും മുമ്പിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാസിൻ്റ് എന്നായിരിക്കും ഈ ഇൻ്ററോഗേറ്റീവ്, നെഗറ്റീവ് ഇൻ്ററോഗേറ്റീവിൽ നമുക്ക് ചോദിക്കേണ്ടി വരുന്നത്. അതായത് നെഗറ്റീവുമാണ്, ക്വസ്റ്റ്യനുമാണ്. അത്തരത്തിലുള്ള ഘട്ടത്തിൽ നമ്മൾ ചോദിക്കേണ്ടത് വാസിൻറ്റ് ചേർത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വേറിൻറ്റ് ചേർത്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് വരാം. നാം ഉപയോഗിക്കേണ്ടത് ഫസ്റ്റ് വോട്ടർമാർ എന്നത് ബഹുവചനമായതുകൊണ്ട് ഫസ്റ്റ് വേറിൻറ്റ്, വേറിൻറ്റ് വോട്ടേഴ്സ്, അത് കഴിഞ്ഞു സബ്ജക്റ്റ് വേറിൻറ്റ് വോട്ടേഴ്സ്, വോട്ടിംഗ് വെർബ് പ്ലസ് ING ഫോർ ചേഞ്ച്, വേറിൻറ്റ് വോട്ടേഴ്സ് വോട്ടിംഗ് ഫോർ ചേഞ്ച്. വോട്ടർമാർ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുകയായിരുന്നില്ലേ. ഇതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. ഈ വാക്യഘടന എന്ന് പറയുന്നത് ഫസ്റ്റ് വാസിൻറ്റ് ഓർ വെറിൻറ്റ്, ദെൻ സബ്ജക്റ്റ്, ദെൻ വെർബ് പ്ലസ് ING. അപ്പോൾ അവൻ വരികയായിരുന്നില്ലേ എന്നാണെങ്കിൽ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? വാസിൻ ഹി കമ്മിങ്, അവൻ വരികയായിരുന്നില്ലേ. വാസിൻ ഹി കമ്മിങ് ഫ്രം ഹിസ് ഹൗസ്, അവൻ അവൻ്റെ വീട്ടിൽ നിന്ന് വരികയായിരുന്നില്ലേ. വാസിൻ ഹി കമ്മിങ് ഫ്രം ഹിസ് സ്കൂൾ, അവൻ അവൻ്റെ സ്കൂളിൽ നിന്ന് വരികയായിരുന്നില്ലേ. വാസിൻ ഷീ കമ്മിങ് ഫ്രം ഹേർസ് ഓഫീസ്, അവൾ അവളുടെ ഓഫീസിൽ നിന്ന് വരികയായിരുന്നില്ലേ. ഇതാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സെൻറ്റൻസിൽ നിന്ന് അർത്ഥമായി കിട്ടുന്നത്. അപ്പോൾ വാസിൻ ഹി കമ്മിങ്, അവൻ വരികയായിരുന്നില്ലേ. അപ്പോൾ അവൾ പാടുകയായിരുന്നില്ലേ എന്നാണെങ്കിലോ വാസിൻ ഷീ സിംഗിങ് കൊടുത്താൽ മതി. വാസിൻ ബ്രദർ സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ സഹോദരൻ നീന്തുകയായിരുന്നില്ലേ. അപ്പോൾ വാസിൻറ്റ് എവിടെയൊക്കെ ചേരും എന്ന് ചോദിച്ചാൽ ഹി, ഷീ, ബ്രദർ, മറ്റു ഏകവചനങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള ഏതു ഏകവചനമാണെങ്കിലും അതിൻ്റെ ഒക്കെ കൂടെ ചോദ്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വാസിൻറ്റ് എന്നാണ് ഇവിടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. യു എന്നതിൽ മാത്രം ആണ് ഒരു അപവാദമുള്ളത്, അതിൽ മാത്രമാണ് വേറിൻറ്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റു എല്ലാ ബഹുവചനങ്ങളുടെ കൂടെയും യു എന്നതിൻ്റെ കൂടെയും സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ വേറിൻ്റാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വേറിൻ യു സ്ലീപ്പിംഗ്, നീ ഉറങ്ങുകയായിരുന്നില്ലേ. വേറിൻ ദേ സ്ലീപ്പിംഗ്, അവർ ഉറങ്ങുകയായിരുന്നില്ലേ. വേറിൻ ദേ പ്ലേയിങ്, അവർ കളിക്കുകയായിരുന്നില്ലേ. വേറിൻ വി സ്റ്റഡിയിങ്, നമ്മൾ പഠിക്കുകയായിരുന്നില്ലേ. വേറിൻ വി ടീച്ചിങ് ദം, നമ്മൾ അവരെ പഠിപ്പിക്കുകയായിരുന്നില്ലേ. വേറിൻ വി വോട്ടിംഗ് ഫോർ ചേഞ്ച്, നമ്മൾ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുകയായിരുന്നില്ലേ. വേറിൻ വി സിംഗിങ്, നമ്മൾ പാടുകയായിരുന്നില്ലേ. ഫസ്റ്റ് വെറിൻറ്റ്, അത് കഴിഞ്ഞാൽ ഇവിടെ യു എന്ന സ്ഥാനത്ത് ദേ എന്നോ വി എന്നോ ബോയ്സ് ഗേൾസ് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഏത് ബഹുവചനം സബ്ജക്റ്റ് ആണെങ്കിലും നമുക്കവിടെ ചേർത്ത് കൊടുക്കാം. വെറിൻ മുസ്തഫ ആൻഡ് മുഹരിസ് സ്റ്റാൻഡിങ് ദർ, മുസ്തഫയും മുഹരിസും അവിടെ നിൽക്കുകയായിരുന്നില്ലേ. ഈ രീതിയിൽ ആൻഡ് വെച്ച് ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് ആണെങ്കിലും മറ്റു ബഹുവചനങ്ങളാണെങ്കിലും യു എന്നതാണെങ്കിലും ഒക്കെ അത് ആയിരുന്നില്ലേ എന്നത് ആ സബ്ജക്റ്റ് വെച്ച് ചോദിക്കാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വെറിൻറ്റ് എന്നാണ്. ഇതാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത്. പിന്നീട് നമ്മൾ നമ്മുടെ പ്രധാന ഉദാഹരണമായ നേരത്തെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള വെറിൻറ്റ് വോട്ടേഴ്സ് വോട്ടിംഗ് ഫോർ ചേഞ്ച്, വോട്ടർമാർ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുകയായിരുന്നില്ലേ. വേറിൻ ഫസ്റ്റ് വെച്ചു, വോട്ടേഴ്സ് എന്ന സബ്ജക്റ്റ് ബഹുവചനം വെച്ചു, അതിനുശേഷം വെർബ് പ്ലസ് ING വോട്ടിംഗ് ഫോർ ചേഞ്ച്, മാറ്റത്തിന് വേണ്ടി. ഇതാണ് നമ്മുടെ വാക്യഘടന. അപ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങൾ ആയിരുന്നില്ലേ, ചെയ്യുകയായിരുന്നില്ലേ, ഉറങ്ങുകയായിരുന്നില്ലേ, പഠിക്കുകയായിരുന്നില്ലേ, പഠിപ്പിക്കുകയായിരുന്നില്ലേ, വായിക്കുകയായിരുന്നില്ലേ,
എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ ഈ ഒരു വാക്യഘടനയാണ് ഫോളോ ചെയ്യേണ്ടത്. ഒന്നുകിൽ വാസിൻ്റെ വെച്ച് തുടങ്ങുക, അല്ലെങ്കിൽ വേറിൻ്റെ വെച്ച് തുടങ്ങുക. ഈ ഒരു സെൻറ്റൻസിൻ്റെ ഒരു വാക്യഘടന പഠിച്ച് ശീലിച്ച് ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ നിർബന്ധമായും ഇനി മുതൽ ഇംഗ്ലീഷിൽ പറഞ്ഞ് ശീലമാക്കുക. ഇത്രയുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് എടുക്കുവാനുള്ളത്. ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ വാചകങ്ങൾ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിനെ പ്രാക്ടീസ് ചെയ്ത് ഇതിനെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇത്രയും പറഞ്ഞ് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.